ഗൈസ് ദിസ് ഈസ് നോട്ട് എൻ ടിപ്പിക്കൽ ലോകേഷ് മൂവി. ഇതൊരിക്കലും സ്ഥിരം ലോകേഷ് മൂവി അല്ല. അത് ലോകേഷ് തന്നെ ഓൾറെഡി കൺഫേം ആക്കിയതാണ്. പിന്നെ ഈ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പലർക്കും പല അഭിപ്രായങ്ങളാണ് ട്രെയിലറിനെ കുറിച്ചുള്ളത്. ചിലവർക്ക് ആ ട്രെയിലർ നല്ലോണം ഇഷ്ടപ്പെട്ടുണ്ട്, ചിലവർക്ക് ആവറേജ് അനുഭവം മാത്രമേ ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആയിട്ടുള്ള ആക്ഷൻ സീൻസോ മാസ് എലവേറ്റിംഗ് സീൻസോ അങ്ങനെയൊന്നും ഈ ട്രെയിലർ കാണിച്ചു കൂട്ടില്ല. ക്യാരക്ടേഴ്സ് എന്താണ്, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ രജനീകാന്തിന്റെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള സീൻസും അതൊക്കെ മാത്രമേ ട്രെയിലറിലൂടെ കാണിച്ചു കൂട്ടുള്ളൂ. പിന്നെ ട്രെയിലറിലോട്ട് വന്ന ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ലോകിന്റെ മുമ്പത്തെ പടങ്ങളിലെ ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡിഫറന്റ് ആണ്. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് കുറച്ച് വിയേർഡ് ആയിട്ടാണ് ലോകേഷ് റൈറ്റ് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി സൗബിന്റെ ക്യാരക്ടർ, അമീർ ഖാന്റെ ക്യാരക്ടർ, നാഗാർജുനയുടെ ക്യാരക്ടർ, ഉപേന്ദ്രയുടെ ക്യാരക്ടറും രജനിയുടെ ക്യാരക്ടറും മാത്രമുള്ളൂ കുറച്ച് ഡിഫറന്റ് ആയിട്ട് നീങ്ങുന്നത്. ലോകേഷിന്റെ മുമ്പത്തെ പടങ്ങളിലെ സന്തനവും ഭവാനിയും അൻപും പിന്നെ ദില്ലിയും ഇവരൊക്കെ കുറച്ച് കൺട്രോൾ ആയിട്ടാണ് അവർ ഇമോഷനൊക്കെ കൊണ്ടുപോകുന്നത്. ഡ്രഗ്സ് ഒക്കെ ഉള്ളിൽ ചെന്നതിന് വെച്ചാണ് അവരുടെ മൊത്തത്തെ നേച്ചർ അവർ പുറത്തെടുക്കുന്നത്. ദില്ലിയല്ല മറ്റ് ക്യാരക്ടേഴ്സ്. മേക്കിങ്ങിൽ ലോകേഷിന്റെ എല്ലാ ടച്ചും ഉണ്ടെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണ് ഈ സിനിമയെ ലോകേഷിനെ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ട്രെയിലറിൽ തന്നെ കുറെ കാര്യങ്ങൾ ടീസ് ചെയ്തു പോകുന്നുണ്ട്. രജനി കമൽ ഫ്രണ്ട്ഷിപ്പും ഭാഷ റെഫറൻസും ഇതെല്ലാം ട്രെയിലറിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ സിനിമയുടെ ഹൈപ്പ്, ലോകേഷിന്റെ കരിയറിൽ ഇത്ര ഹൈപ്പ് കുറഞ്ഞൊരു മൂവി റീസെന്റിൽ വന്നതിൽ കൂലിയാണ്. ഇത്ര വലിയ ഹൈപ്പ് കുറവല്ല, എന്നാലും മുമ്പത്തെ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സിനിമ ഹൈപ്പ് ഇല്ലായിരുന്നു. ഇതിന്റെ അപ്ഡേറ്റ്സ് വരുന്നവരെ പിന്നെ ഇത്രയും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഉള്ള ഒരു പടമാണ് ഒരു കൂലി. അപ്പൊ ഈ സിനിമ ഏറ്റവും ഒരു ബെസ്റ്റ് മൂവി ആയിരിക്കും വിചാരിക്കുന്നത് ഒരാളുടെ പേരിലാണ്, ലോകേഷ് എന്ന ഡയറക്ടർ. പുള്ളി വിശ്വസിച്ചാണ് നമ്മളെല്ലാം സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത്. ഈ സിനിമ തമിഴിൽ അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആണെങ്കിൽ ലോകേഷിന്റെ കരിയർ ഒന്നുകൂടെ മാറാൻ സാധ്യതയുണ്ട്. ലോകേഷ് അടുത്ത് വേറെ ലെവലിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത പടങ്ങളെല്ലാം ഓൺ ആവുകയും ചെയ്യും. എന്ന യൂണിവേഴ്സിന് നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ വയ്ക്കും.